ഏഷ്യ കപ്പിലെ ഹസ്തദാന വിവാദത്തിൽ ഒത്തുതീർപ്പെന്ന സൂചന. പാകിസ്ഥാൻ പരാതി ഉന്നയിച്ച മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ മത്സരത്തിൽ നിന്ന് മാറ്റി. റിച്ചി റിച്ചാർഡ്സൺ ഇന്ന് റഫറിയായേക്കും. മത്സരം ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരുന്നു. മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയ ഉപകരണക്ഷാമത്തിൽ ഇടപെട്ട സർക്കാർ. KMSCL-ന് ധനവകുപ്പ് 50 കോടി രൂപ അനുവദിച്ചു. കാരുണ്യ സുരക്ഷാ പദ്ധതികൾക്കും തുക നൽകിയിട്ടുണ്ട്. ഉപകരണങ്ങളുടെ കുടിശ്ശിക തുക തീർക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്ക് 100 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ മുഴുവൻ തുക അനുവദിച്ചു കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന് സ്റ്റെന്റ് വിതരണ കമ്പനിക്കാർ വ്യക്തമാക്കി. ഗസ സിറ്റി പിടിച്ചടക്കാൻ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. കരയുദ്ധത്തിൽ ഇതിനോടകം നിരവധി പേർ കൊല്ലപ്പെട്ടു. നിരന്തരമായ ബോംബാക്രമണത്തിൽ കൂട്ടപ്പലായനവും തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിയമസഭയിലെത്തിയ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെ കാണാൻ കൂട്ടാക്കാതെ പ്രതിപക്ഷ നേതാവ്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലെത്തി കാണാൻ ശ്രമിച്ചെങ്കിലും ഗൗനിച്ചില്ല. സഭയിലേക്ക് തിരിച്ചു പോകുമ്പോൾ കാണാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് നിൽക്കാൻ തയ്യാറായില്ല. ഷജീറിനെതിരെ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലും KPCC പ്രസിഡന്റിനും പരാതി പ്രവാഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി തിരശീലയിൽ ഉണ്ണി മുകുന്ദൻ. മാ വന്ദേ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ചിത്രം റിലീസിനെത്തും. സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള പരസ്യ പ്രതികരണത്തിൽ CPI നേതാവ് മീനാങ്കൽ കുമാറിനോട് വിശദീകരണം തേടും. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയായിരുന്നു കുമാറിന്റെ പരസ്യ പ്രതികരണം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ നിയമസഭയിൽ ചർച്ച. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി. അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കും. 2 മണിക്കൂറിനാണ് ചർച്ചയ്ക്കുള്ള സമയം. പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള വിഷയമാണെന്നും എന്നാൽ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടക്കുന്നതിനാലാണ് ചർച്ചയ്ക്ക് തയ്യാറായതെന്ന് ആരോഗ്യമന്ത്രി.